അങ്ങനെ ഇലോൺ മസ്കിനെ കടത്തിവെട്ടിക്കൊണ്ട് ലാരി എലിസൺ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് $100 ബില്യൺ ആണ്. ലെറ്റ്സ് ഹിയർ എ സ്റ്റോറി. 1944 US-ലാണ് ലാരി എലിസൺ ജനിച്ചത്. അദ്ദേഹം ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്, അതും 2 തവണ. 70s അദ്ദേഹം കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തു. ഒത്തിരി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സുകൾ ചെയ്തു. ദെൻ ഓൾസോ ട്രൈഡ് ഔട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാബേസ് നോളേജ് എക്സെട്ര. തുടർന്ന് 1977-ലാണ് അദ്ദേഹം ഒറാക്കിൾ ഫൗണ്ട് ചെയ്യുന്നത്. ഡാറ്റാസ് എങ്ങനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാം, ഇതായിരുന്നു ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. 1986-ലെ ഒറാക്കിൾ വെന്റ് പബ്ലിക്, ബട്ട് ദേ സ്ട്രഗിൾഡ് ടു മച്ച്. 90s-കളിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ടു മച്ച് റഫ് കോമ്പറ്റീഷൻസ് എക്സെട്ര, ഇതൊക്കെ ഇവരെ വല്ലാതെ ചലഞ്ച് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒറാക്കിളോ അല്ലെങ്കിൽ ലാരി എലിസണോ വിട്ടുകൊടുത്തില്ല. ദേ പുഷ്ഡ് ഫോർവേഡ്. പിന്നീട് പതിറ്റാണ്ടുകളോളം ഒറാക്കിൾ എക്സ്പാൻഡഡ് ബിയോണ്ട് ഡാറ്റാബേസസ്, എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. ആൻഡ് ദെൻ AI-യും ക്ലൗഡ് സർവീസസും കൂടെ മെർജ് ചെയ്തു. ദേ ബിക്കെയിം എ ഹ്യൂജ് സക്സസ്. അങ്ങനെ സെപ്റ്റംബർ 10, 2025, അതായത് മിനിഞ്ഞാന്ന് ഒറാക്കിളിന്റെ സ്റ്റോക്സ് വൻ ഉയർച്ചയിലേക്ക് പോയി. 40 to 43% വരെ സ്റ്റോക്സ് അപ്പായി. ഇതോടുകൂടെ ലാരി എലിസൺ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് $100 ബില്യൺ ആണ്. അതുവഴി മൂപ്പരുടെ ടോട്ടൽ നെറ്റ്വർത്തും $393 ബില്യൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് മൂപ്പര് നേരെ ഇലോൺ മസ്കിന്റെ തലപ്പത്തെത്തിയെന്ന് ചുരുക്കം. സോ ഇലോൺ മസ്ക് ഇതിനൊരു കംബാക്ക് ആയിട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു പുതിയ റൈവലറിയുടെ തുടക്കമാണോ? ലാരി എലിസൺ വേഴ്സസ് ഇലോൺ മസ്ക്? നിങ്ങൾ പറയും കമന്റ് ബോക്സിലൂടെ.